ഡിവൈഎസ്പി ആക്രമിച്ച് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിനിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കയ്യേറ്റം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നു. സച്ചിൻ, ഇടുക്കിയിലെ നേര്യമംഗലത്തായിരുന്നു ഇന്നലെ ഇന്ദിര എന്ന സ്ത്രീക്ക് നേരെ കാട്ടാനാക്രമണം ഉണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ട് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ആക്രമിച്ച സ്ത്രീയുമായി എത്തുന്നതിനിടെയാണ് സ്ത്രീ മരണപ്പെട്ടത്. ഇപ്പോൾ സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസ് പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാൻ സമ്മതിക്കാതെ സ്ത്രീയുടെ മൃതദേഹവുമായി റോഡിലിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഇതിന് തടയാൻ ചെന്ന ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ MLAയും ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ ആക്രമിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള ആക്രമണമാണ് പോലീസിന് നേരെ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് കോതമംഗലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡ് ഉപരോധിക്കുകയും അതുപോലെ തന്നെ പോലീസിനെയും മറ്റ് ആളുകളെയും മർദ്ദിക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. DCC പ്രസിഡന്റ് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ആശുപത്രിയിൽ കാഴ്ചവെച്ചത്. അതായത് ഡിവൈഎസ്പിയെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് മാറി. അതുപോലെ തന്നെ ബലമായി മൃതദേഹം കുടുംബത്തിന്റെ അനുമതി പോലും ഇല്ലാതെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും ബലമായി പുറത്തേക്ക് ഇറക്കി കൊണ്ടുവന്നു. കോതമംഗലം ടൗണിൽ ഇരുന്ന് കൊണ്ട് മൃതദേഹവുമായി പ്രതിഷേധിക്കുകയാണ്. മന്ത്രി അടക്കമുള്ള ആളുകൾ വിഷയത്തിൽ ഇടപെട്ട് നല്ല രീതിയിലുള്ള വ്യക്തമാണ്. ഡിവൈഎസ്പി ആക്രമിച്ച എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സച്ചിൻ വള്ളിക്കാട്.